ിലേക്ക് എറണാകുളം പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതിയുടെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകി. ശിക്ഷ ലഘൂകരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിലാണ് ഈ പരാമർശം. ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, എന്തൊക്കെയാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത്? വധശിക്ഷ ശരിവെച്ച കേരള ഹൈക്കോടതി വിധിക്കെതിരെ അമറുൽ ഇസ്ലാമിന്റെ അപ്പീൽ പരിഗണിച്ചാണ് ജസ്റ്റിസ് ഭൂഷൺ R ഗവായ്, ജസ്റ്റിസ് സഞ്ജയ് കരോൾ, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇപ്പോൾ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള അപ്പീലിൽ വാദം കേൾക്കൽ പൂർത്തിയായി അന്തിമ തീരുമാനമെടുക്കുന്നവരെ വധശിക്ഷ സ്റ്റേ ചെയ്തു എന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് 16-ാം തീയതിയാണ് ഇക്കാര്യത്തിൽ കോടതി തീരുമാനമുണ്ടായത്. പക്ഷേ ഈ തീരുമാനത്തിന്റെ വിധിന്യായം പുറത്തു വന്നത് അല്പനിമിഷം മുമ്പാണ്. ആ വിധിന്യായത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു അസാധാരണമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കുറ്റവാളികളുടെ ശിക്ഷ ലഘൂകരിക്കാൻ കാരണമായി എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിച്ചുള്ള റിപ്പോർട്ടും കുറ്റവാളിയുടെ മനഃശാസ്ത്ര വിശകലന റിപ്പോർട്ടും ജയിൽ സ്വഭാവ റിപ്പോർട്ടും ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തടവിലായിരുന്ന കാലയളവിൽ അമറുൽ ഇസ്ലാം ജയിലിൽ ചെയ്തിരുന്ന ജോലി, പെരുമാറ്റ രീതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിയ്യൂർ ജയിൽ സൂപ്രണ്ട് 8 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. അമറുൽ ഇസ്ലാമിന്റെ മനഃശാസ്ത്ര വിശകലനം നടത്താൻ വേണ്ടി തൃശൂർ മെഡിക്കൽ കോളേജ് പ്രത്യേക സംഘത്തെ രൂപീകരിക്കണം. 8 ആഴ്ചക്കുള്ളിൽ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖേന മനഃശാസ്ത്ര വിശകലന റിപ്പോർട്ട് കോടതിക്ക് കൈമാറണം. നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊജക്ട് 39A ഭാഗമായി പ്രവർത്തിക്കുന്ന നൂറിയ അൻസാരി അമറുൽ ഇസ്ലാമിന്റെ ശിക്ഷ ലഘൂകരിക്കാനുള്ള ഘടകങ്ങളെക്കുറിച്ച് വിശദമായ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം. ഇതിനുവേണ്ടി വിയ്യൂർ ജയിലിൽ കഴിയുന്ന അമീർ ഇസ്ലാമിനെ സന്ദർശിച്ച് അഭിമുഖങ്ങൾ തയ്യാറാക്കാൻ ജയിൽ അധികൃതർ സൗകര്യങ്ങൾ ഒരുക്കണം. ഈ അഭിമുഖം നടക്കുമ്പോൾ ജയിൽ അധികൃതരോ മറ്റ് പോലീസുകാരോ അഭിമുഖം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ഇവർക്ക് റെക്കോർഡിങ്ങിന് വേണ്ട സൗകര്യമുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കണം. അമീർ ഇസ്ലാമുമായി മെഡിക്കൽ രേഖകൾ, ജയിൽ സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ, വിദ്യാഭ്യാസ രേഖകൾ തുടങ്ങിയ രേഖകൾ നൂറിയ അൻസാരിക്ക് കൈമാറണം. 12 ആഴ്ചക്കുള്ളിൽ നൂറിയ അൻസാരി റിപ്പോർട്ട് സമർപ്പിക്കണം. 12 ആഴ്ചയ്ക്ക് ശേഷം കോടതി കേസ് വീണ്ടും പരിഗണിക്കും. അതുവരെ ശിക്ഷ നടപ്പാക്കാൻ പാടില്ലെന്ന ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, നന്ദി ധനസുമോദ്.